ബഹുമാനപ്പെട്ട ആരോഗ്യം ശിശുവികസന വകുപ്പ് മന്ത്രി. സാർ, ഈ പാലക്കാട് മെമ്പർ അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് കൂടിയാണല്ലോ. പക്ഷേ SUCയുടെ നാവായി കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് മാറി എന്നുള്ളത് ഒരു ഗതികേടായിട്ട് മാത്രമേ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. സാർ, അതിൽ വളരെ വളരെ അബദ്ധം ചെടിലും സാർ ആശമാരെ കുറിച്ചും ആശമാരുടെ പ്രവർത്തനങ്ങളെ കുറിച്ചും ഒരു കാര്യം പോലും ഈ പ്രമേയ അവതാരകൻ അറിയില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ തുടക്കം മുതലുള്ള വാക്കുകളിലൂടെ വ്യക്തമാകുന്നത്. സാർ ഇവിടെ അത് തുടക്കം മുതൽ ആശമാരെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ്. സാർ അദ്ദേഹം പറഞ്ഞല്ലോ, UPS സർക്കാരിന്റെ കാലഘട്ടത്തിൽ, രണ്ടാം UPS സർക്കാരിന്റെ കാലഘട്ടത്തിൽ, ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിലാണ് ആശാ സ്കീം തുടങ്ങുന്നത്. സാർ, അന്നത്തെ ഗൈഡ് ലൈനിലെ ഒരു സെന്റൻസ് ഞാനൊന്ന് വായിക്കാം. സാർ ആ ഗൈഡ് ലൈനിൽ പറയുന്നത്, സ്റ്റേറ്റ് ഗവൺമെന്റ്സ് may modify these guidelines except that no change may be done in the basic criteria of ASHA being a woman volunteer. നിലപാട് എന്താണ് സാർ? എന്താണ് കോൺഗ്രസിന്റെ നിലപാട് സാർ? എന്താണ് കോൺഗ്രസിന്റെ നിലപാട്? എന്താണ് കോൺഗ്രസിന്റെ SUCയുടെ നിലപാടാണോ സാർ INTUCക്കുള്ളത്? അതെങ്കിലും പരിശോധിച്ചിട്ട് വരണ്ടേ സാർ പ്രമേയ അവതാരകൻ? സാർ ഇതിൽ കാണേണ്ടത്, ഇനി ഞാൻ ഒരു കാര്യം കൂടെ വായിക്കാം സാർ. ഇതില് ഒരു വാർത്താക്കുറിപ്പാണ്. അത് UDFന്റെ കാലത്തെ അന്നത്തെ ആരോഗ്യമന്ത്രിയുടെ വാർത്താക്കുറിപ്പ് അന്ന് ഇന്ത്യൻ എക്സ്പ്രസ് കൊടുത്തൊരു വാർത്തയാണ് സാർ. ദിസ് ഇയേഴ്സ്, അതായത് ഡേറ്റ് കൂടി നോക്കണം, 2014 ഡിസംബർ മാസം 18-ാം തീയതി, 2014 ഡിസംബർ മാസം 18-ാം തീയതി അദ്ദേഹം, അന്നത്തെ ആരോഗ്യമന്ത്രി, മാധ്യമങ്ങളോട് സംസാരിച്ചതിലെ ചില വാക്കുകളാണ്. ഡിസംബർ മാസമാണ് സാർ. This year's incentive for ASHA workers and the 3-month honorarium during 13-14, അതായത് മുൻ സാമ്പത്തിക വർഷത്തെ ഓണറേറിയവും ഈ വർഷത്തെ ഇൻസെന്റീവും will be dispersed before